ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസത്തോടുകൂടെ മഗ്ഫിറത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളിലേക്ക് കയറി വരുന്നത് വമ്പൻ ശ്രേഷ്ഠതകൾ നിറഞ്ഞ അതിപോരിശകൾ നിറഞ്ഞ അവസാനത്തെ 10 അഥവാ നരകമോചനത്തിന്റെ 10. അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അവസാനത്തെ 10 നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ നമ്മൾക്ക് ലഭിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന 5 അടയാളങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ നാം പതിവാക്കേണ്ട ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ 1 മണിക്കത്തെ മജ്ലിസിലും രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ. അല്ലാഹ്, പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ ശരീഫിലെ മഗ്ഫിറത്തിന്റെ 10 ഇന്നത്തോടുകൂടെ നമ്മൾ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഈ മഗ്ഫിറത്തിന്റെ 10 ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തൗബകൾ ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് മഗ്ഫിറത്തിന്റെ 10 റഹ്മത്തിന്റെ 10 വരവേൽക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് അവസാനത്തെ 10 അഥവാ ഇത്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10. ഈ അവസാനത്തെ 10 കൂടുതൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇദാ ദഖല അവാഇറുൽ ഹശ്ർ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ശദ്ദ മിസ്റഉ, റസൂലുള്ളാഹിന്റെ തുണിയൊക്കെ ഒന്ന് മുറുക്കിയെടുക്കുന്ന, റസൂലുള്ളാഹിന്റെ അരയുടുപ്പൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് മുറുക്കിയെടുക്കുകയും രാത്രി മുഴുവനും ജീവിപ്പിക്കും, രാത്രി മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തിലാകും, ദിക്റിലാകും. കാരണം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് രാത്രിയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 ധാരാളം ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റൂല. ലൈലത്തുൽ ഖദ്ർ നമ്മളിലേക്ക് കടന്നു വരുന്ന ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്രിബിയോടുകൂടെ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറയും, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെല്ലാവർക്കും മാപ്പ് കൊടുക്കണം. നമ്മളോട് ആര് തെറ്റ് ചെയ്താലും അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. നമ്മളെ ആര് ബുദ്ധിമുട്ടിച്ചാലും അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സ്വഭാവമാണ്. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ ധാരാളം പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കേവലം നിസ്കാരത്തിന്റെ ശേഷമല്ല, ഏതൊക്കെ സമയത്ത് പറയാൻ പറ്റുമോ ആ സമയത്തൊക്കെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കരസ്ഥമാക്കാൻ, ലൈലത്തുൽ ഖദ്ർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ദിക്ർ ഇനി മുതൽ എല്ലാ രാത്രിയും 3 പ്രാവശ്യം നമ്മൾ പറയണം. ഏതാണ് ആ ദിക്ർ? എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടൂല. ലൈലത്തുൽ ഖദ്ർ ലഭിച്ച കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വ റബ്ബിൽ അർശിൽ അലീം. വളരെ സിമ്പിൾ ആണ്, ഒന്നുകൂടെ ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വ റബ്ബിൽ അർശിൽ അലീം.
അലീം. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാണീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അലീം. ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ രാത്രിയും 3 പ്രാവശ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ ലഭിച്ചതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ലഭിക്കുകയാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഏതൊക്കെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 21-ാം രാവ് അഥവാ ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. 21-ാം രാവാണ് അല്ലെ? റമദാനു ഷരീഫിൽ ഇന്ന് 20-ാമത്തെ നോമ്പാണ്. അപ്പൊ ഇന്നത്തെ രാത്രി 21-ാം രാവാണ്. ഇന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അതുകൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്യണേ, ധാരാളം ദിക്റുകൾ ചൊല്ലണം, തഹജ്ജുദ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, തറാവീഹ് ഒഴിവാക്കാൻ പറ്റൂല. അതുപോലെ തന്നെ 23-ാം രാവ് അതും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അതുപോലെ 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, റമദാൻ അവസാനത്തെ രാവും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ലൈലത്തുൽ ഖദർ ഒന്നുമില്ല, റമദാന്റെ മഹത്വം കൊഴിഞ്ഞു എന്നാണ്. റമദാന്റെ മഹത്വം കഴിഞ്ഞിട്ടില്ല. റമദാൻ അവസാനത്തെ രാവ് വരെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അതുപോലെ ഈ ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ പതിവാക്കേണ്ട മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എന്താണ്? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എന്താ പറയാൻ കാരണം എന്നറിയോ? കോടാനകോടി ആളുകളെ അല്ലാഹു നരകമോചനം നടത്തുന്ന, കോടാനകോടി ആളുകൾക്ക് നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് റമദാനിന്റെ അവസാനത്തെ 10. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ധാരാളം നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതിന്റെ അർത്ഥം തന്നെ അല്ലാഹുവേ, നരകമോചനം നൽകണേ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ഖ് നൽകണേ റഹ്മാനെ. എന്നിട്ട് വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. ഇതും നമ്മൾ ധാരാളം പറയണം. നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല, സാധാരണ തറാവി കഴിഞ്ഞ ഒരു 3 വട്ടം പറയും. അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങളെ ശേഷം ഒരു 3 പ്രാവശ്യം പറയും. പിന്നെ ആരും എന്ത് പറയില്ല, ദിക്ർ പറയില്ല. ഏത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫിനി പറയില്ല. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥന ആരും പ്രാർത്ഥിക്കൂല. കാരണം എന്താ? ചില ആളുകൾ മനസ്സിലാക്കിയത് അത് നിസ്കാരത്തിന്റെ ശേഷം മാത്രം പ്രാർത്ഥിക്കാനുള്ളതാണെന്നാണ്. അല്ലാഹു റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത് നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല ഒരു പ്രാർത്ഥനയായിട്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. മഹാന്മാര് പഠിപ്പിച്ചത് ഇത് എല്ലാ സമയത്തും നമ്മൾ ചൊല്ലണം. കാരണം റമദാനിന്റെ അവസാനത്തെ 10 ഓരോ സെക്കൻഡിലും ഓരോ നിമിഷങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഇടം നമ്മൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദർ നൽകി അല്ലാഹു നമ്മെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മുതൽ രാത്രിയും പകലും നാം ചെയ്യേണ്ട മറ്റൊരു സൽക്രമമാണ് സ്വദഖ കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. 1 രൂപ കൊടുക്കാൻ കഴിയുമെങ്കിൽ 1 രൂപ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, 27-ാം രാവ്, അതുപോലെ തന്നെ 21-ാം രാവ്, ഇന്നത്തെ രാത്രി 23-ാം രാവ്, 25-ാം രാവിനൊക്കെ നമ്മൾ സ്വദഖ കൊടുക്കണം. അതിന്റെ കാരണം എന്താണെന്നറിയോ? അഥവാ ലൈലത്തുൽ ഖദർ അന്നാണെങ്കിൽ നമ്മൾ സ്വദഖ ചെയ്യുന്നത് കണ്ടുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് വേണ്ടി ആ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇവൻ സ്വദഖ ചെയ്യുന്ന ആളാണ്, ഇവന്റെ കഴിവിനനുസരിച്ച് ഇവൻ സ്വദഖ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവനെ നീ സഹായിക്കണേ അല്ലാ, ഇവനെ സംരക്ഷിക്കണേ അല്ലാ എന്ന് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് സ്വദഖ ആരും മറക്കേണ്ടതില്ല. അതുപോലെ തന്നെ സൂറത്തുൽ ഖദർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ് സൂറത്തുൽ ഖദർ? സൂറത്തുൽ ഖദറിലൂടെയാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാനൊന്ന് ഓതി കൽപ്പിച്ചു തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ.
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സുബ്ഹാനല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ളതാണ്. ആ ലൈലത്തുൽ ഖദ്ർ നൽകുന്നവരുടെ കൂട്ടത്തിൽ, ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സൂറത്തുൽ ഖദ്ർ ധാരാളം പാരായണം ചെയ്യുക. ഓതാൻ അറിയാത്ത ആളുകൾ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്തോ. സൂറത്തുൽ ഫാത്തിഹ ധാരാളം പാരായണം ചെയ്യുക. അല്ലാഹുവിന്റെ ആ റഹ്മത്തിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ നമ്മൾക്ക് രക്ഷയുമായി വരുന്ന മലക്കുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഖുർആൻ ഓതുന്നവരായിരിക്കണം, ദിക്ർ ചൊല്ലുന്നവരായിരിക്കണം. അല്ലാതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കുക അങ്ങനത്തെ ഒരാളായി മലക്കുകൾ നമ്മളെ കാണാൻ പാടില്ല. നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായി മലക്കുകൾ നമ്മളെ കാണണം. ഓരോ മലക്കുകളും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവന്റെ വീട്ടിൽ എന്താ പരിപാടി? ഇവൻ ഖുർആൻ ഓതുന്നുണ്ടോ? ഇവൻ ദിക്ർ ചൊല്ലുന്നുണ്ടോ? അതോ കടന്നുറങ്ങുക? അതോ അവൻ സലാത്ത് ചൊല്ലുന്നുണ്ടോ? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഓരോ മലക്കുകളും നമ്മളെ വീട്ടിലെ സന്ദർശിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ അവസ്ഥകൾ അവർ മനസ്സിലാക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ അപ്പോഴും തെറ്റിയിട്ടും വക്കാണേറ്റിട്ടും അതുപോലെ തന്നെ മിണ്ടാതെയും അക്രമം ചെയ്തിട്ടും ലഹരി ഉപയോഗിച്ചിട്ടും കള്ളു കുടിച്ചിട്ടും അതുപോലെ തന്നെ ഭർത്താവിനോട് തെറ്റിയിട്ടും ഭാര്യയോട് തെറ്റിയിട്ടും ഉമ്മാനോട് തെറ്റിയിട്ടും ഉപ്പാനോട് തെറ്റിയിട്ടുമാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് കിട്ടൂല. ശരിക്കും മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്റിനെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ ലഭിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ അതെല്ലാവർക്കും കിട്ടൂല. അത് നല്ല മനുഷ്യന്മാർക്കേ കിട്ടുള്ളൂ, നല്ല മനസ്സിന്റെ ഉടമകൾക്കേ കിട്ടുള്ളൂ. കുറെ ഖുർആൻ ഓതി നിസ്കരിച്ചു, പക്ഷെ മനസ്സ് മോശമാണെങ്കിൽ ഒന്നും കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. മലക്കുകളെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നല്ല മനസ്സിന്റെ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സ് ശുദ്ധിയാക്കുക, സൂറത്തുൽ ഖദ്ർ ഓതുക, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ ധാരാളം ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫി അന്നി എന്ന് ധാരാളം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ദുആ, ആ ദിക്ർ 3 പ്രാവശ്യം ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ പറയാം. ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അലീം. ഇതെല്ലാ ദിവസവും 3 വട്ടം പറയാ. ലൈലത്തുൽ ഖദ്ർ ലഭിച്ചതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. എൻ്റെ പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവനക്ക് 5 അനുഭവങ്ങൾ ഉണ്ടാകുന്ന 5 അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ അനുഭവം, എല്ലാ സ്ഥലത്തും പ്രകാശിക്കുന്നതായി അവനക്ക് തോന്നും. ഈമാനിന്റെ പ്രകാശം ദൈവികമായ ഒരു പ്രകാശിക്കുന്നതായി അവന്റെ മനസ്സിൽ, അവന്റെ കണ്ണിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളം, എല്ലാ വസ്തുക്കളും സുജൂദ് ചെയ്യുന്നതായി അവനക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മലക്കുകളും അതുപോലെ തന്നെ മൃഗങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതായി അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോകും. അവന്റെ കണ്ണിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ മലക്കുകൾ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലക്കുകൾ സലാം പറയും. ആ മലക്കുകളുടെ സലാം, മലക്കുകളുടെ സംസാരമൊക്കെ അവനക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അശരീരി അവർക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് കൊടുക്കുമെന്നുള്ളതാണ്. മനസ്സിനൊരു സമാധാനം അല്ലാഹു കൊടുക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കും. ഇജാബത്ത് കിട്ടിയെന്ന് അവനക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മനസ്സിനൊരു കുളിർമ, മനസ്സിനൊരു സന്തോഷം, ആകെ ഒരു ശാന്തത അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കും. എന്തോ ഒരു വലിയ കാര്യം, എന്തോ വലിയൊരു അത്ഭുതം അവന്റെ ജീവിതത്തിൽ അവനക്ക് ലഭിച്ചു എന്നുള്ള ഒരു തോന്നല് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ അവസാനത്തെ പത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ദിക്ർ ചൊല്ലാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ലുഹാ നിസ്കാരം ഒഴിവാക്കരുത്, തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കരുത്, വിത്ർ നിസ്കാരം ഒഴിവാക്കരുത്. കഴിയുന്ന ആളുകളൊക്കെ തസ്ബീഹ് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞ ഒരു വീഡിയോ നമ്മളെ ചാനൽ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അത് കയറി കാണുക. അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ഇബാദത്തിലായി മുഴുകണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് നിന്റെ പൊരുത്തം, ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളെ മജ്ലിസിൽ രാവിലെ 6 മണിക്ക് പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ
ജീവിതത്തിൽ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെ മക്കളെയോ പേരക്കുട്ടികളെയോ ദർസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മക്കളുടെ സ്കൂൾ ചെലവ് അതുപോലെ തന്നെ ദർസ് പഠനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ ഉഹ്റവിയായ പണ്ഡിതന്മാരാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കട്ടെ. ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജ്ലിസിൽ പറയുന്ന ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.